ഹവ് യു ഓൾ എല്ലാവർക്കും അപ്പോൾ നീതാ രമേശ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വേറെ ഒരു കാര്യമല്ല ഞാൻ പറയാൻ വേണ്ടിയിട്ട് വന്നത്. ഇപ്പോൾ ഇത്രയും ഇഷ്യൂ നാട്ടിൽ നമ്മുടെ നേഴ്സുമാർ ചെയ്യുമ്പോൾ എൻ്റെ സപ്പോർട്ട് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടുത്തെ എല്ലാ നേഴ്സുമാരുടെയും റെപ്രസെൻ്റ് ചെയ്തിട്ട് സപ്പോർട്ട് എന്ന നിലയിൽ കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മളെല്ലാവരും ഈ സോഷ്യൽ മീഡിയ ആപ്പ്, ഈ പ്രവാസികളായിരിക്കുമ്പം പൊതുവേ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങ് കിടക്കുകയാണ് എന്താണ് നാട്ടിലെ ന്യൂസ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പം അതിൽ കുറേ റീൽസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും റീസെൻ്റ്ലി കണ്ട ഒരു കാഴ്ചയാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ നേഴ്സുമാർക്കെതിരെ ഉണ്ടായ അറ്റാക്ക് എന്ന് പറയാനില്ല, ഉണ്ടായ ആരോപണങ്ങളും കാര്യങ്ങളും അതിനെ ബേസ് ചെയ്ത് വെച്ചിട്ട് റീൽസ് ഉണ്ടായതിൻ്റെ താഴെ കുറേ കമൻസുകൾ കണ്ടു. ഞാനും ഇതുപോലെ തന്നെ റീൽസ് ഒന്ന് കാണുന്ന എന്തെങ്കിലും വീഡിയോസ് കാണുന്ന സമയത്ത് എൻ്റെ കമൻറ്റ് സെക്ഷൻ നോക്കാറുണ്ട്. അപ്പോൾ അതിൽ കുറേ പേര് നേഴ്സുമാരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, കുറച്ചധികം പേര് ഇതിനെതിരെ മോശം കമൻറ്റുകൾ ഇട്ടവരുമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ഞാൻ ചോദിക്കുവാണ്. ഈ നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ എണ്ണം നിങ്ങൾക്കറിയാം. ഇത്രയും പ്രൈവറ്റ് ഹോസ്പിറ്റലുകാർ അതിൽ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്കറിയായിരിക്കുമല്ലോ അല്ലേ? അതായത് GNM പഠിപ്പിക്കുന്നതും നേഴ്സിംഗ് പിള്ളേർ പഠിക്കുന്നതും എല്ലാം നിങ്ങൾക്കറിയായിരിക്കുമല്ലോ. അപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകാർ അവരുടെ ഹോസ്പിറ്റലിൽ തന്നെ ഇത്രയും നേഴ്സുമാർ ജോലി ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കുന്ന വേതനം, അവർക്ക് കൊടുക്കുന്ന സാലറി, അല്ലെങ്കിൽ ഡെയിലി എത്രയാണ് അവർക്കുള്ള സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയുന്നതല്ലേ. അപ്പം ഇത്രയും രൂപയാണ് സാലറി, അവരുടെ 1 മന്ത് കിട്ടുന്ന സാലറി ഒരു 15,000 to 18,000 ഒക്കെയാണ് സാലറി എങ്കിൽ, നിങ്ങൾ അത്രയാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പം നിങ്ങൾ ആ പറച്ചിൽക്കാരോട് ഞാൻ ചോദിക്കുവാണ്, അങ്ങനെ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ ഇത്രയും സാലറിയാണ് നേഴ്സുമാർക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിറങ്ങുന്ന പിള്ളേരുടെ കയ്യിൽ നിന്ന് അക്കാഡമിക് ഇയർ സെക്ഷൻ നിങ്ങൾ എത്ര ലക്ഷങ്ങളാണ് മേടിക്കുന്നത്? ഒരു ഹോപ്പില്ലാത്ത ഒരു ഇത്രയും സാലറി കുറഞ്ഞ ഒരു ജോലിയാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, അവരിൽ കാണുന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് പഠിപ്പിക്കുന്ന സമയത്ത് ഇത്രയും ലക്ഷങ്ങൾ മേടിക്കുന്നത്? 6 ലക്ഷം 7 ലക്ഷം 8 ലക്ഷം വരെയൊക്കെ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻകാരുണ്ട്. ഇത്രയും ലക്ഷങ്ങൾ നിങ്ങൾക്ക് എന്തിനാണ്? അപ്പം ഒരു മൂല്യമില്ലാത്ത ഒരു പ്രൊഫഷനാണ് നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും ലക്ഷങ്ങൾ ഈ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിറങ്ങുന്ന പിള്ളേരുടെ ആ അക്കാഡമിക് ഇയറിൻ്റെ ഫീസ് നിങ്ങൾ കുറച്ച് കൊടുക്കാത്തത്. ഇനി എനിക്ക് കമൻറ്റ് സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും കുറേ മോശം കമൻറ്റ്സ് കണ്ടു. ചിലരിങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, പെണ്ണെന്നില്ല ആണെന്നില്ല, ഇനിയിപ്പോൾ ഫേക്ക് നെയിമാണോ അതോ ഒറിജിനൽ നെയിമാണോ എന്നും എനിക്കറിയില്ല, നമുക്കതിൻ്റെ ആവശ്യമില്ല. അപ്പം അതിൽ എങ്ങനെയായിരുന്നാലും അത് കമൻറ്റ് ഇട്ട ആൾക്കാരോട് ചോദിക്കാനുള്ളത്, ചിലരിങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേറെ പണിക്ക് പോയിക്കൂടെ? കൂലിപ്പണികൾ സഹിതമില്ലേ? വേറെ ജോലി ചെയ്യുന്ന ആൾക്കാരില്ലേ? ഇത്രയും അതായത് നമ്മൾ എല്ലാവരെയും പോലെ പഠിച്ചിറങ്ങി വെച്ചിട്ട് +1 +2 കഴിഞ്ഞു, അടുത്തൊരു ഡിഗ്രി കോഴ്സ് എടുക്കുമ്പോഴത്തേക്ക് നേഴ്സിങ്ങിലൊരു ഹോപ്പ് കണ്ടീഷൻ നമ്മൾ എടുക്കുന്നു. അത് നമ്മൾ ഇത്രയും ലക്ഷങ്ങൾ മുടക്കി വെച്ചിട്ട് എഡ്യൂക്കേഷൻ ലോൺ സഹിതം എടുത്ത് വെച്ചിട്ട് നമ്മൾ പഠിക്കുന്നു. എന്നാലൊരു ഹോപ്പാണ് നമുക്ക് വിദേശത്ത് പോകാം, ഇവിടെ നിന്ന് കുറച്ച് എക്സ്പീരിയൻസ് ആക്കി പോയി വെച്ചിട്ട് അവിടെ നിന്നൊരു ബെറ്റർ സാലറി മേടിക്കാമെന്ന് പറഞ്ഞു വെച്ചിട്ടാണ് നമ്മൾ അധികം പേരും നിൽക്കുന്നത്. അന്നൊന്നും സമരം അത്ര ഭയങ്കര UNA ഒക്കെ ഉണ്ടായിരുന്നു. UNAയുടെ സമരങ്ങളുടെ ഇതയച്ചിട്ട് നമുക്ക് സാലറി കൂടിയ ഇതും ഉണ്ട്. എന്നിട്ട് നമുക്ക് ആ സാലറി മതിയാകാഞ്ഞിട്ടാണ് നമ്മളെപ്പോലത്തുള്ള കുറേ ആൾക്കാർ പല കൺട്രിയിലേക്കും ജോലിക്ക് വേണ്ടിയിട്ട് പോയിട്ടുള്ളത്. എന്നിട്ടും നിങ്ങളെപ്പോലത്തെ ആൾക്കാർ നമ്മളിങ്ങനെ കമൻറ്റ്സ് അതായത് റീൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ മൊമെൻറ്റ്സ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന സമയത്ത് അടുത്ത കമൻറ്റ്സ് ഇടും. അതായത് എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ പോകുമ്പോൾ അമ്മേനെ കണ്ട് മക്കൾ കരയുന്നു. അപ്പം അയ്യോ നിങ്ങൾക്ക് ഈ ഇങ്ങോട്ട് തന്നെ പോകണമായിരുന്നു, ഈ ജോലിയൊന്ന് സ്റ്റോപ്പ് ചെയ്തൂടെ, കുട്ടിയായിട്ട് ഒരുമിച്ച് നിന്നൂടെ? ഈ പറയുന്ന നിങ്ങൾ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും അല്ലേ? നമ്മൾ ആർക്കും ഇഷ്ടമുണ്ടായിട്ടല്ല വിദേശത്ത് നമ്മുടെ വേണ്ടപ്പെട്ടവരെ ഇട്ടേച്ചിട്ട് നമ്മൾ പോയി ജോലിക്ക് നിൽക്കുന്നത്. നമ്മൾ പോകുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ആവശ്യമായിട്ടുള്ള വേതനം നമ്മൾക്ക് കിട്ടാത്തതുകൊണ്ട്, നമ്മുടെ സ്വന്തം പ്ലേസിൽ നമ്മൾക്ക് വില തരാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജോലിക്ക് കിട്ടേണ്ട ആ ഒരു ബേസിക് സാലറി നമുക്ക് കിട്ടാണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ മറ്റ് കൺട്രികളിലേക്ക് പോകുന്നത്. എന്നിട്ട് നേഴ്സുമാരെ കാണുമ്പോൾ പുച്ഛമാണ് നമ്മുടെ നാട്ടുകാർ. എന്നിട്ടോ
അതും ഒറ്റ സപ്പോർട്ടിനോ ആരും ഒന്നുമില്ല എന്നും ഈ സമരസമയത്ത് കാണുമ്പോൾ സങ്കടമാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചില കമൻറ്റുകളിലൊക്കെ നിങ്ങൾക്ക് എന്താണ് ജോലി, ഇത്രയും പാടുപെട്ട ജോലി എന്താണ്, ഈ കൊറോണ സമയത്ത് ഈ പറയുന്ന ചേട്ടന്മാരും ചേച്ചിമാരും ആണോ രോഗികളെ നോക്കിയത്? അപ്പോൾ നേഴ്സുമാരെ വേണമായിരുന്നല്ലോ. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ രോഗികളെ പരിപാലിക്കുന്ന സമയത്ത്? അപ്പോൾ ഒന്നും കാണാണ്ടും എല്ലാ ജോലിക്കും അതിൻ്റേതായ സ്ട്രഗിൾ ഉണ്ട്. ഈ കുറ്റം പറയുന്ന സമയത്ത് ഒരു ദിവസം പോയി ഹോസ്പിറ്റലിൽ പോയിച്ചിട്ട് അവരെന്താണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കുന്നു. എത്ര ടൈമാണ് ഞങ്ങൾക്ക് റെസ്റ്റിംഗ് ടൈം എന്ന് പറഞ്ഞൊരു ടൈമുണ്ടോ? കാണുമായിരിക്കും ചില ടൈമുകളിൽ, അതായത് രോഗി കുറയുന്ന ടൈമുകളിൽ പക്ഷേ അടുത്തൊരു പേഷ്യൻറ്റ് മേലാണ്ടിരിക്കുമ്പോഴത്തേക്കും കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരം, അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന ഈ 6 hours 8 hours ഡ്യൂട്ടി അല്ല കേട്ടോ, 12 hours ഡ്യൂട്ടി ചെയ്യുന്ന സ്റ്റാഫുമാരുണ്ട്. അപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരം ഇട്ടേച്ചിട്ട് നമ്മൾ പേഷ്യൻസിൻ്റെ അടുത്തേക്ക് പോകുന്നവരുണ്ട്. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും മേലായിക വന്നു കഴിയുമ്പം ആ വേണ്ടപ്പെട്ടവർ ഞങ്ങളും അത്രയും നമുക്ക് വേണ്ടപ്പെട്ടവരായിട്ട് എടുത്തേച്ചിട്ടാണ്, നമ്മൾ ആരോ എന്ന് കരുതിച്ചിട്ടാണ് നമ്മൾ അത്രയും ട്രീറ്റ്മെൻറ്റും കെയറിങ്ങും കൊടുക്കുന്നത് അല്ലേ? എന്നിട്ട് ഈ മോശം കമൻ്റ് ഇടുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് ചിന്തിച്ചൂടെ? നീ ഇപ്പം നാട്ടിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് എന്തായിരുന്നാലും ഒരു നല്ല റിസൾട്ട് തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇപ്പോൾ UN ഒരു ബിഗ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ UNAക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയും ഞങ്ങൾ ഇവിടെ വിദേശത്തായിരിക്കുന്നവരും പിന്തുണയ്ക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദേശത്ത് നല്ലൊരു ബെറ്റർ സാലറി കിട്ടുകയാണെങ്കിൽ ആർക്കും ഇങ്ങനെ വിദേശത്ത് വന്ന് നിൽക്കണമെന്ന് ഒട്ടും ആഗ്രഹമില്ല. അപ്പോൾ അടുത്തൊരു സ്റ്റെപ്പ് ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത് ഇന്ന സ്ഥലത്തേക്ക് പോകണം, അവിടെയും കുറച്ചും കൂടി ബെറ്ററാണ്, അല്ലെങ്കിൽ അവിടെ പോയിട്ട് ലൈഫൊന്ന് സെറ്റാക്കാം എന്നുള്ള ചിന്ത മാറിയിട്ട് ഞങ്ങൾക്ക് നാട്ടിൽ വന്ന് നിന്നാൽ മതി എന്ന് ചിന്തിക്കും. അതുകൊണ്ട് ഞങ്ങളും പ്രതീക്ഷിക്കുന്ന ഒരു സമരം വൻ വിജയമാകട്ടെ, അവർക്ക് അർഹിക്കുന്ന സാലറി കിട്ടട്ടെ. അപ്പോൾ see you.